വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ബൂട്ടി കാക്കി എന്ന മുൻഷി പ്രേംചന്ദിന്റെ കഥയാണ്. സമൂഹത്തിൽ വൃദ്ധർ അനുഭവിക്കുന്ന അവഗണനയും മനുഷ്യന്റെ അത്യാഗ്രഹവും കരുണയുടെ മഹത്വവും വളരെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കഥയാണിത്. വൃദ്ധയായ ബൂട്ടി കാക്കി തന്റെ ഭർത്താവിനും ഏക മകനുമൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഭർത്താവും ഏക മകനും മരണപ്പെടുന്നു. അതോടെ ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ബൂട്ടി കാക്കിക്ക് ആരുമില്ലാതെയായി. എന്നാൽ അവർക്ക് ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അവരുടെ സഹോദരപുത്രനായ ബുദ്ധിറാമും ഭാര്യ രൂപയും ബൂട്ടി കാക്കിയോട് വളരെ സ്നേഹത്തോടെയും ആദരവോടുകൂടിയും പെരുമാറാൻ തുടങ്ങി. നല്ല ഭക്ഷണം നൽകുകയും വളരെ നന്നായി പരിചരിക്കുകയും ചെയ്തു. വാർദ്ധക്യത്തിൽ ഇവർ തന്നെ നോക്കിക്കൊള്ളുമെന്ന വിശ്വാസത്തിൽ ബൂട്ടി കാക്കി തന്റെ മുഴുവൻ സ്വത്തുക്കളും ബുദ്ധിറാമിന്റെ പേരിലേക്ക് എഴുതി നൽകി. സ്വത്ത് കിട്ടുന്നത് വരെ ബുദ്ധിറാമും രൂപയും ബൂട്ടി കാക്കിയെ വളരെ സ്നേഹത്തോടെയും ആദരവോടുകൂടിയും പരിചരിച്ചു. എന്നാൽ സ്വത്ത് കൈവശമായതോടുകൂടി അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. അവർ ബൂട്ടി കാക്കിയെ ഒരു ഭാരമായി കാണാൻ തുടങ്ങി. സമയത്ത് ഭക്ഷണം കൊടുക്കാതെയും ചെറിയ കാര്യങ്ങൾക്ക് പോലും ശകാരിച്ചും അപമാനിച്ചുമാണ് അവർ ബൂട്ടി കാക്കിയോട് പെരുമാറിയത്. ആ വീട്ടിലെ ഇളയ പുത്രി ലാഡ്ലി മാത്രമാണ് കാക്കിയോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നത്. ബുദ്ധിറാമന്റെ മകനും കാക്കിയോട് വളരെ മോശമായാണ് പെരുമാറിയത്. അങ്ങനെ അവർ ബൂട്ടി കാക്കിയെ തന്റെ വീടിന്റെ പിറകുവശത്തുള്ള ഒരു കുടിലിലേക്ക് മാറ്റി. വാർദ്ധക്യം കാരണം ബൂട്ടി കാക്കിക്ക് നടക്കാനും കാണാനും കേൾക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ശേഷിച്ചിരുന്ന ഏറ്റവും വലിയ സന്തോഷം രുചികരമായ ഭക്ഷണം കഴിക്കുക എന്നതായിരുന്നു. പക്ഷെ അതുപോലും അവർക്ക് ലഭിച്ചിരുന്നില്ല. പല ദിവസങ്ങളിലും വിശന്നാണ് അവർ കഴിഞ്ഞിരുന്നത്. ഇടക്ക് ലാഡ്ലി ആരും കാണാതെ ബൂട്ടി കാക്കിക്ക് ചെറിയ പലഹാരങ്ങളോ ഭക്ഷണങ്ങളോ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ഒരു ഫംഗ്ഷനും അവർ കാക്കിയെ പങ്കെടുപ്പിച്ചിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ബുദ്ധിറാമിന്റെ മകന്റെ തിലക് ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. വീട് മുഴുവൻ ആഘോഷത്തിലായി. ബന്ധുക്കളും അതിഥികളും വീട്ടിലെത്തി. സംഗീതവും ആഘോഷവും നടക്കുന്നു. അടുക്കളയിൽ ബോരി, കച്ചോരി, ലഡു, മിഠായി തുടങ്ങിയ പലവിധ വിഭവങ്ങൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഈ വിഭവങ്ങളുടെ സുഗന്ധം ബൂട്ടി കാക്കിയുടെ മുറിയിലേക്കും എത്തി. വിശപ്പ് കൊണ്ട് അവരുടെ മനസ്സ് തകർന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തനിക്കും കുറച്ച് ബോരി കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൾ കാത്തിരുന്നു. പക്ഷെ അവർ ആരും തന്നെ അവരെ വിളിച്ചില്ല. അവസാനം വിശപ്പ് സഹിക്കാനാകാതെ അവർ ഇഴഞ്ഞ് അടുക്കളയിലേക്ക് എത്തി. അപ്പോഴാണ് രൂപ അതിഥികൾക്കായി പൂരി വറുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബൂട്ടി കാക്കിയെ കണ്ടതോടെ അവൾക്ക് ദേഷ്യം വന്നു. അതിഥികളുടെ മുന്നിൽ വെച്ച് ബൂട്ടി കാക്കിയെ കഠിനമായി ശകാരിച്ചു. രൂപ കാക്കിയെ മുറിയിലേക്ക് വലിച്ചോണ്ട് പോയി. കാക്കി ഒന്നും പറയാതെ കണ്ണീരോടെ മുറിയിൽ കിടന്നു. അപ്പോൾ ലാഡ്ലി താൻ നേരത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു മിഠായിയും ഒരു ബൂരിയും ബൂട്ടി കാക്കിക്ക് കൊണ്ടുവന്ന് നൽകി. ബൂട്ടി കാക്കി അതീവ സന്തോഷത്തോടെ അത് കഴിച്ചു. എന്നാൽ ഒരു മിഠായിയും ഒരു ബൂരിയും കൊണ്ട് അവരുടെ വിശപ്പ് മാറിയില്ല. രാത്രിയായി. അതിഥികൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് മടങ്ങി. വീട്ടിലുള്ള എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോയി. എന്നാൽ ബൂട്ടി കാക്കിക്ക് ആരും ഭക്ഷണം കൊടുത്തില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവർ വീണ്ടും ഇഴഞ്ഞു മുറ്റത്തേക്ക് വന്നു. അതിഥികൾ ഭക്ഷണം കഴിച്ച് ഉപേക്ഷിച്ച ഇലകളിൽ ബാക്കി ഉണ്ടായിരുന്ന ബൂരിയുടെയും മിഠായിയുടെയും ചെറിയ കഷ്ണങ്ങൾ അവർ എടുത്ത് കഴിക്കാൻ തുടങ്ങി. വിശപ്പ് അവരെ അത്രത്തോളം തളർത്തിയിരുന്നു. അർദ്ധരാത്രി എന്തോ ശബ്ദം കേട്ടുണർന്ന രൂപ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴാണ് രൂപ ആ കാഴ്ച കാണുന്നത്. അതിഥികൾ കഴിച്ചു ഉപേക്ഷിച്ച ഇലകളിൽ നിന്ന് കാക്കി ഭക്ഷണം കഴിക്കുന്ന ഹൃദയഭേദകമായ ആ കാഴ്ച. അവളുടെ മനസ്സ് കുറ്റബോധത്താൽ നിറഞ്ഞു. അവൾ അകത്ത് പോയി ബൂരിയും കച്ചോരിയും പലഹാരങ്ങളും ഒരു തളികയിൽ എടുത്ത് കാക്കിക്ക് നൽകി. കാക്കിയോട് ക്ഷമ ചോദിച്ചു. ബുദ്ധിറാമനും തന്റെ തെറ്റ് മനസ്സിലായി. അതിനുശേഷം ബുദ്ധിറാമും രൂപയും ബൂട്ടി കാക്കിയെ സ്നേഹത്തോടെയും ആദരവോടുകൂടിയും പരിചരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് കഥ വരുന്നത്. ഈ കഥയിലൂടെ മുൻഷി പ്രേംചന്ദ് നമ്മെ പഠിപ്പിക്കുന്നത് വൃദ്ധരെ ഒരിക്കലും അവഗണിക്കരുത്. സ്വത്തിനു വേണ്ടി ബന്ധങ്ങളെ മറക്കരുത്. കരുണയും സ്നേഹവുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ്. കുട്ടികളെ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.